ഇന്നിപ്പോ അവള് ഒരു കറി ഉണ്ടാക്കിയതാ, ഇടിച്ചക്ക മസാലക്കറി എന്ന് പറയും. ഇത് ദോശക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാ. സത്യത്തിലേ ഈ ഇടിച്ചക്ക എന്ന് പറയുന്ന സാധനം ഞാൻ ഈ ചോറിന്റെ കൂടെ ഒക്കെയാ കഴിവതും കൂട്ടിയിട്ടുള്ളത്. കൂടുതലും ഇത് ദോശയുടെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുമെന്ന് ഇപ്പോഴാ എവളാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ദോശ കഴിക്കാം. എങ്ങനെയുണ്ട് കറിന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത് ശരിക്കും ദോശയേക്കാളൊക്കെ നല്ലത് ചപ്പാത്തിയോടൊക്കെയാ കേട്ടോ. കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല സൂപ്പർ സാധനം ഇത്. ഇതെന്തോ ഇതിന്റെ കൂട്ടെന്തുവാ? എങ്ങനെയത്? ഇടിച്ചക്ക എടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇടിച്ചക്ക വേവിക്കും. പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കടുക് വറുത്തിട്ടിട്ട് സവാള വഴറ്റി തക്കാളി ഇടുക, എല്ലാം കൂടെ. ശരിക്കും പറഞ്ഞാൽ ഒരു തക്കാളിക്കറി പോലെ തന്നെ വെക്കും. എന്നിട്ട് അതിനകത്ത് ഇടിച്ചക്ക വേവിച്ചതിടും. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ സംഭവം പൊളിയാ കേട്ടോ. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. റെസിപ്പി എവളോട് ചോദിച്ചിട്ട് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാ കേട്ടോ. അവക്ക് രാവിലെ സത്യം പറഞ്ഞ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി തന്ന് ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ അവൾ പോയത്. അപ്പൊ പോകുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് വേണം ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തു വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അത് പിന്നീട് ഞാൻ കാണിച്ചു. ഇത് പക്ഷെ ദോശകളൊക്കെ ചപ്പാത്തിക്കാ സൂപ്പർ. ഞാൻ ആദ്യം മേടിച്ച കോളിഫ്ലവറായിരിക്കും. അതുപോലെ പൊങ്കാലയുടെ രാവിലെ എനിക്ക് അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവള് രാവിലെ പൊങ്കാലയ്ക്ക് പോയത് ഞാൻ അറിഞ്ഞു പോലുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഒരു 11 മണിയായി. ഞാൻ വന്ന് കയറി കിടന്ന് ഉറക്കമൊക്കെ ഉറങ്ങിട്ട് എണീറ്റ് വന്നപ്പോ അവള് പൊങ്കാല കഴിഞ്ഞ് എത്തി. കണ്ടില്ലേ ഇവിടെ മണ്ടപ്പുറ്റ് ഇഡലി അല്ല, മണ്ടപ്പുറ്റ്, തെരളി, പായസം ഒക്കെ വെച്ച് അവള് പൊങ്കാലയ്ക്ക് നല്ല അടിപൊളിയായിട്ട് രസ്യൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന 3 ഐറ്റം ഉണ്ടാക്കി കേട്ടോ. പായസം ഇതാണ് പായസം മാത്രമല്ല മണ്ടപ്പുറ്റ്, തെരളി, ഇത്രയും സാധനം കൂടെ അവള് ഉണ്ടാക്കി. ഈ മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ദാണ്ട പേപ്പറേ. അവൾ അവിടുന്ന് കൊണ്ടുവന്ന വഴിക്ക് കലത്തിലെ കരി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കലം പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞോണ്ടാ വന്നത്. ഇത് മണ്ടപ്പുറ്റെന്നും പറഞ്ഞുകൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാല് പയറ് വേവിച്ച് അതിനകത്ത് പിന്നെ ചുക്കുപൊടി, ശർക്കര, എന്തൊക്കെയോ ഇട്ട് അരിപ്പൊടിയൊക്കെ ഇട്ട് ഉരുട്ടിയെടുക്കുന്നതാണ്. ഞാൻ ഇനി വേറൊരു സ്പെഷ്യൽ കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ ബെല്ലക്കുട്ടന് നമ്മുടെ ചിറ്റമ്മയുടെ ഒരു കുഞ്ഞിനെ, അതായത് കുഞ്ഞിപ്പം വലുതായി, കുഞ്ഞിനെ അവൾ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അതിന് ഇത്തിരി മണ്ടപ്പുറ്റിട്ട് കൊടുത്തു. ബെല്ലക്കുട്ടന് ഇട്ട് കൊടുത്തിട്ട് അവൻ തിന്നാതെ നേരെ വന്ന് അവർക്ക് ഇട്ടുകൊടുത്ത ആ മണ്ടപ്പുറ്റ് അവനെടുത്ത് വെച്ച് തിന്നുവാ കേട്ടോ. സത്യത്തിൽ അവൻ ആദ്യം വീട്ടിൽ വെച്ച് എടുത്തു കൊടുത്തപ്പോണ്ടല്ലോ, അവന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് തിന്നാതെ ഇപ്പൊ ഇവര് വന്നപ്പോ ഇവർക്ക് എടുത്തിട്ട് കൊടുത്തപ്പം അവർക്ക് കൊടുത്ത തല എടുത്തു വെച്ച് നക്കുക. അതാണ്ട് ചിറ്റമ്മ ഇവിടെ ഒന്ന് കിടപ്പുണ്ട് കേട്ടോ. അവളെ പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ പരിചയപ്പെടുത്തുക. അപ്പം പിന്നെ ഗംഗ കണ്ടില്ലേ, നമ്മുടെ അടുത്തുള്ള അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കെല്ലാം ഇതുകൊണ്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാ. അപ്പം അതിന്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് 2 പേര് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ. ബെല്ലക്കുട്ടൻ തിരിച്ച് ചിറ്റമ്മയുടെ ഒടുങ്ങി കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ശ്രീനിവാസ് കഫേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഫേയില് വന്ന് കയറിയതാ. എന്ന് പറഞ്ഞാല് എനിക്ക് തളിയില് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വരണമായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, കരമന പോലീസ് സ്റ്റേഷനിലോട്ട് ഇറങ്ങുന്ന ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ശ്രീനിവാസ് കഫേ എന്ന് പറയുന്നുണ്ട്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുത്തെ. ഇത് കണ്ടില്ലേ, ഞാൻ ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സീറ്റിൽ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടു. ഇലയ്ക്കകത്താണ് ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നത്. ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തു. അങ്ങനെ എൻ്റെ മസാല ദോശ
എത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ കുറച്ച് പ്രശസ്തമാണ്. വെള്ളച്ചമ്മന്തി ഉണ്ട്, ചുമന്ന ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. അതുകൂടാതെ വേറൊരു സൈസ് ചമ്മന്തി കേട്ടോ. ഇത്തിരി പറഞ്ഞ വെള്ളച്ചമ്മന്തി തന്നെ ഇത്തിരി കട്ടിയിൽ പുള്ളിക്കാരൻ കൊണ്ടൊന്ന് ഒഴിച്ചു തന്നു. അടിപൊളി. സത്യത്തില് നല്ല ടേസ്റ്റ് എനിക്കുണ്ട്. പക്ഷെ ഇതിന് ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉഴുന്നുവടയും കൂടെ ഓർഡർ ചെയ്തു. കാരണം ഇവര് ഈ ദോശയുടെ കൂടെ വട കൊണ്ട് വെച്ചിട്ടില്ലായിരുന്നു. സാധാരണ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ദോശ കൊണ്ടുവന്ന് വെച്ചിട്ട് ദോശ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു വടയും കൂടെ കാണും. ഇത് ഞാൻ ഒരു വട സ്പെഷ്യലായിട്ട് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനി ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിതുവരെ വന്നില്ല. എത്തി 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 അങ്ങനെ ചായ എത്തി. എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിച്ചേച്ച് നേരെ തളിയിൽ ശിവക്ഷേത്രം വരെ ഒന്ന് പോകണം. 92 രൂപയായി. അതായത് ഒരു മസാല ദോശ, ഒരു വട, അതുകൊണ്ട് ഇവിടെ പൂരി ഉണ്ട്, പൂരി മസാല, അതും നല്ലതാണ് കേട്ടോ. പക്ഷേ അതൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മസാല ദോശയുടെ മസാല തന്നെ പൂരിക്കും അവർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. ഇത് ശ്രീനിവാസ് കഫേ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇത് കണ്ടില്ല. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ സത്യത്തിൽ ഇന്നലെ പൊങ്കാല നടന്ന സ്ഥലമാണിത്. കണ്ടാ പറയത്തില്ല ഇത്രയും വലിയൊരു ഉത്സവം നടന്നതാണെന്ന് കേട്ടോ. സത്യം കോർപ്പറേഷന് ഇതിനകത്ത് ഒരു പ്രത്യേക അഭിനന്ദനം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. ഇതിപ്പം സർക്കാരുകളുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് പറയണ്ട. ഇത് ആരാണെന്ന് പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വലിയൊരു കാര്യമാണ് ഇത് കേട്ടോ. സത്യത്തിലെ പൊങ്കാല കഴിഞ്ഞ് കേട്ട് ഇത്രയും എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര നേരമായി പൊങ്കാല കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും അവിടെ മൊത്തം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ ശരിക്കും ഇത് അഗ്രഹാരത്തെരുവാണ് കേട്ടോ. ഇവിടെ 2-3 ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം, അതേപോലെ സത്യവിശ്വേശ്വര ക്ഷേത്രം, ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ട്. പക്ഷേ ഇത് കാണിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ നീറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അവർ കേട്ടോ. അടിപൊളി. സത്യത്തിൽ ഒരു പൊങ്കാല നടന്നതിൻ്റെ യാതൊരു ഒരു അഴുക്കോ മറ്റു കാര്യങ്ങളോ, എത്ര ലക്ഷം ഭക്തജനങ്ങൾ വന്ന ഒരു സ്ഥലമാണെന്നറിയാമോ. സത്യത്തിൽ ഇവിടെ ശരിക്കും ഇന്നലെയൊക്കെ ശരിക്കും ഇഷ്ടികയൊക്കെ നിരത്തി വെച്ച് കണ്ടമാനം പിന്നെ അടുപ്പും ഒക്കെ കൂട്ടി ഇതാണ്ട് ഇവിടൊക്കെ ഇഷ്ടികകൾ ബാക്കി കൂട്ടിയിട്ടിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒട്ടും വേസ്റ്റ് ഇവിടൊന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു അഭിമാനം വഹിക്കുന്ന കാര്യം. ഇത് കണ്ടില്ലേ, ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. മഹാദേവ ആർട്സ് ക്ലബ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ലബിൻ്റെ വകയായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലബ്ബുകാരും നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണമാണ് കേട്ടോ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തളിയിൽ ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല ഒരു അലങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. ആറ്റുകാലമ്മയ്ക്ക് പ്രമാണം മഹാദേവ ആർട്സ് ക്ലബ്ബ്. ഇത് ഇവിടെ അന്നദാനമുണ്ട്, അതേപോലെ തന്നെ കുടിവെള്ളം, എല്ലാം എന്തോ വേണം എല്ലാം ഫ്രീ ആണ് കേട്ടോ. ദേവിയുടെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അലങ്കരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് കയറി തളിയിൽ ക്ഷേത്രത്തിലോട്ട് ഒന്ന് കയറിയിട്ട് വരാം. അവിടെ നമ്മുടെ ഒരു ചേട്ടൻ്റെ കൂടെ ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അവിടെ പടിപ്പുര ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ മേജർ ക്ഷേത്രമാണ് ഈ തളിയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പടിപ്പുരയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലോട്ട് സത്യത്തിൽ ഒരു ചെറിയ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇനി ദേവസ്വം മാനേജരെ കണ്ട് സംസാരിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. ഇതാണ് തളിയിൽ ശിവക്ഷേത്രം. അയ്യോ, ഞാൻ സത്യത്തിൽ രാവിലെ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലം കഴിഞ്ഞ് നേരെ ചേട്ടൻ വിളിച്ചുകൊണ്ട് ശ്രീനിവാസ് കഫേ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു നേരെ ഇങ്ങ് വിട്ടു. വീട്ടിലോട്ട് പോയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ ഇനി ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് കാലടി വഴി വരാമെന്ന് വെച്ചു. തിരിച്ച് കരമനയ്ക്ക് പോയില്ല, കാലടി വഴി കൈമനം വഴി വരാമെന്ന് വെച്ചു. അപ്പം ഇവിടെയും കണ്ടില്ലേ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പിന്നെ അലങ്കാരങ്ങളൊക്കെ മാറ്റുന്ന ഒരു പരിപാടിയായി ഇപ്പം നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, അയ്യോ, ഇവിടെ ദേവിയുടെ മുഖമൊക്കെ കണ്ടില്ലേ 2 മറച്ചു വെച്ചേക്കുക കേട്ടോ.
ഇവിടെ കണ്ടില്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേ. രാത്രിയിലെ തലേദിവസം രാത്രിയിലൊക്കെ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ്. അതാണ്ട് ഈ ക്ഷേത്രത്തില് ശ്രീ പടിപ്പുര ദേവി ക്ഷേത്രം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇവിടുത്തെ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട സത്യത്തിൽ ഞാനിപ്പം മാനേജറെ കണ്ട് സംസാരിക്കാനാ പോയത്. ഏകദേശമൊക്കെ കാര്യങ്ങൾ ക്രമീകരണത്തിൽ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അതായത് കൈമനം കാലടി എത്തുന്നതിന് മുമ്പായിട്ട്, ആ പാലം കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ പക്ഷെ ദേവിയുടെ മുഖം മറച്ചിട്ടില്ല കേട്ടോ. എന്തെല്ലാം അലങ്കാരങ്ങളായില്ലേ, നല്ല ഭക്തിസാന്ദ്രമായിട്ട് ഓരോ ക്ലബ്ബുകാരും ഇങ്ങനെ പ്രത്യേകം അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.